പ്രിയ ദൈവജനമേ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. ലോകരക്ഷകനും ഏകരക്ഷകനുമായ ഈശോയുടെ ആഗമനം നമ്മെ സംബന്ധിച്ച് വലിയ ആനന്ദത്തിൻ്റെ ദിനമാണ്. ഇന്ന് ഡിസംബർ 16 ക്രിസ്തുമസിനൊരുക്കമായുള്ള നൊവേന ആരംഭിക്കുന്ന ദിനമാണ്. ഈ ദിനങ്ങളിൽ ഈശോയുടെ വ്യക്തിത്വത്തിലെ വ്യത്യസ്ത നന്മകളെ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വചനത്തിൽ വചന അധിഷ്ഠിത ജീവിതം നയിക്കുന്ന വ്യക്തിയുടെ ശ്രേഷ്ഠതയെ ഈശോ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, ഭവനത്തിന്മേൽ ആഞ്ഞു പതിച്ചു, എങ്കിലും അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം പാറ പോലെ ദൃഢതരമായിരിക്കണം. ജീവിതത്തിൽ മഴ പെയ്തേക്കാം, വെള്ളപ്പൊക്കമുണ്ടായേക്കാം, കാറ്റ് കൊടുങ്കാറ്റായി വന്നലച്ചേക്കാം, എങ്കിലും ഈശോയിലുള്ള വിശ്വാസം പാറ പോലെ ദൃഢതരമാണെങ്കിൽ നാം മുങ്ങിപ്പോവുകയില്ല. ഞാനാകുന്ന ഭവനം പണിയപ്പെട്ടിട്ടുള്ളത് വിശ്വാസമാകുന്ന ദൃഢതയുള്ള പാറമേലാണോ എന്ന് നമുക്ക് ധ്യാനിക്കാം. വചനം മാംസമായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഈശോ ഈ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കട്ടെ.